ഭൂമി സംബന്ധമായ തർക്കക്കേസിൽ സ്ഥലം പരിശോധിക്കാനെത്തിയ അഡ്വക്കേറ്റ് കമ്മീഷണറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പെരിന്തൽമണ്ണയിൽ കോടതികൾ ബഹിഷ്കരിച്ച് അഭിഭാഷകർ പ്രതിഷേധിച്ചു. പെരിന്തൽമണ്ണ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബാർ അസോസിയേഷൻ ഭാരവാഹി കൂടിയായ അഡ്വക്കേറ്റ് റാഷിദിനെയാണ് നാസർ എന്ന വ്യക്തി മർദ്ദിച്ചത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ കോടതിയിൽ നിലവിലുള്ള ഭൂമി സംബന്ധമായ തർക്കക്കേസിൽ കോടതി ഉത്തരവ് പ്രകാരം സ്ഥലപരിശോധനയ്ക്ക് ചെന്ന അഡ്വക്കേറ്റ് കമ്മീഷണർ റാഷിദിനെയാണ് ആക്രമിച്ചത്. ഫെബ്രുവരി 14 സംഭവം. കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറാണെന്ന് പറഞ്ഞ് വാറണ്ടി കാണിച്ചപ്പോൾ വാറണ്ട് പേപ്പർ വലിച്ചു കീറുകയും അസഭ്യം പറയുകയും കരിങ്കല്ലുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. പോലീസിൽ പരാതി നൽകി 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോടതികൾ ബഹിഷ്കരിച്ച അഭിഭാഷകർ പ്രതിഷേധിച്ചു. ശനിയാഴ്ച രാവിലെ നടന്ന പ്രതിഷേധ യോഗത്തിൽ കോടതിയിലെ മുഴുവൻ അഭിഭാഷകരും പങ്കെടുത്തു. പ്രതിഷേധ യോഗം സീനിയർ അഭിഭാഷകൻ കെ സുരേഷ് ലാൽ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ടി.കെ. ശങ്കരൻ, സെക്രട്ടറി ടി.കെ. സുൽഫിക്കർ അലി, വൈസ് പ്രസിഡന്റ് എം.കെ. ജയശ്രീ, റഷീദ് ഊത്തക്കാടൻ, ബെന്നി തോമസ്, എം.കെ. സുനിൽ, എം.ടി.എ. സലാം, ഐശ്വര്യ, വി.സി. ശങ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടതിയുടെ ഉത്തരവ് പ്രകാരം താഴേക്കോടുള്ള ഒരു സിവിൽ കേസിൽ ഉൾപ്പെട്ട സ്ഥലം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് പെരിന്തൽമണ്ണ ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് റാഷിദ് കഴിഞ്ഞ ദിവസം 14 തീയതി സ്ഥലം പരിശോധിക്കാൻ വേണ്ടി പോയത്. മുൻകൂട്ടിയുള്ള വിവരം ഈ എതിർകക്ഷിക്ക് നൽകിയിരുന്നു. അതിന് മുമ്പുള്ള ദിവസം ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നോട്ടീസ് കൊടുത്ത് പോന്നതിന് ശേഷമാണ് അടുത്ത ദിവസം രാവിലെ പരിശോധനയ്ക്ക് വേണ്ടി ചെന്നത്. അപ്പോൾ ആ കേസ് സംബന്ധമായ വിവരവും അഡ്വക്കേറ്റ് കമ്മീഷണർ നിയമിച്ച വിവരവും പരിശോധനാ വിവരവും അറിഞ്ഞിട്ടുള്ള എതിർകക്ഷി പരിശോധനാ സമയത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ മാരകായുധമായ കല്ലുപയോഗിച്ച് അഭിഭാഷകനെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഉണ്ടായത്. ആക്രമണത്തിന്റെ ഭാഗമായി തോളലിന് പരിക്കേറ്റ അഭിഭാഷകൻ ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പോലീസ് കേസെടുത്ത സമയത്ത് മരണം വരെ സംഭവിക്കാവുന്ന ആക്രമണ പ്രവൃത്തി ഉണ്ടായി. അത്തരത്തിൽ ശക്തമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 15 ദിവസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല. പെരിന്തൽമണ്ണ ബാർ അസോസിയേഷൻ എന്ന നിലയിൽ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ജില്ലാ കോടതിയെയും മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയെയും വിവരങ്ങൾ അറിയിക്കുകയും ബന്ധപ്പെട്ട ആളുകളുടെ ഇടപെടൽ ഇതിൽ ആവശ്യമാണ് എന്നറിയിക്കുകയും ചെയ്തിട്ട് പോലും അവരുടെ ഇടപെടലുകളെ തുടർന്ന് പോലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗൗരവകരമായ ഒരു സമര പരിപാടിയിലേക്ക് ഞങ്ങൾ പോയിട്ടുള്ളത്. അഡ്വക്കേറ്റ് കമ്മീഷണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അടിച്ച് പരിക്കേൽപ്പിച്ചതിനും ഉൾപ്പെടെ പോലീസ് കേസെടുത്തതാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ പെരിന്തൽമണ്ണ കോടതിയിൽ കമ്മീഷണർ പ്രവൃത്തികളിൽ സഹകരിക്കില്ലെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ എല്ലാ ബാർ അസോസിയേഷനും ഈ സമരവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെയെല്ലാം പ്രതിഷേധ യോഗങ്ങൾ നടക്കുകയാണ്. പെരിന്തൽമണ്ണ കോടതിയിൽ നിന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കമ്മീഷൻ പ്രവർത്തികളിൽ പെരിന്തൽമണ്ണയിൽ അഭിഭാഷകർ സഹകരിക്കില്ല എന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ല. അവിടെയും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അഭിഭാഷകർക്ക് ഭാവിയിൽ ഉയർന്നു വരാം അല്ലെങ്കിൽ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ടാണ് ആ പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ സമരപ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് വരെ. പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ജില്ലയിലെ വിവിധ ബാർ അസോസിയേഷനുകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.